ഞാനൊരിക്കലും ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞ രജിഷ വിജയൻ ഐറ്റം ഡാൻസ് ചെയ്തു. ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് സിനിമാ ചർച്ച പേജുകളിൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ഡിസ്കഷനായിട്ട് വന്നത്. ഒരുപാട് ട്രോളുകളും മീമുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ രജിഷ വിജയൻ പറയുന്നുണ്ട്, ഞാൻ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന്. പക്ഷേ മസ്തിഷ്ക മരണം എന്ന ഏറ്റവും പുതിയ സിനിമയിൽ അവരൊരു ഐറ്റം സോങ് ചെയ്തിട്ടുണ്ട്. നിലപാടുകൾക്ക് ഉറപ്പില്ലാത്ത ആളെന്നുള്ള രീതിയിൽ വൻ ആക്രമണമാണ് ഒരു സമയത്ത് അവർ നേരിട്ട്. എന്തായാലും മസ്തിഷ്ക മരണം സിനിമ റിലീസായതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ സിനിമയുടെ പ്രൊമോഷനും മറ്റു പരിപാടികളുടെ ഭാഗവുമായിട്ട് രജിഷ വിജയൻ ഈ ചോദ്യം ഒരുപാട് ഏറ്റുവാങ്ങുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ 3 വർഷം മുമ്പ് അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പല ആൾക്കാരും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. ആ ഇൻ്റർവ്യൂവിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഐറ്റം സോങ്, ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എന്താണ് ഐറ്റം സോങ്? ഒരു സിനിമയെ അതിൻ്റെ കഥയുടെ മുന്നോട്ടുള്ള പോക്കിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലാതെ, എന്നാൽ അതേസമയം നായകൻ്റെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ടോ പ്രേക്ഷകരൊന്ന് എൻ്റർടൈൻഡ് ആക്കി ഇരുത്താൻ വേണ്ടിയോ ആഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ ഐറ്റം സോങ്. യൂഷ്വലി കഥയായിട്ട് ഇതിന് കാര്യമായ ബന്ധം ഉണ്ടാവില്ല. മിക്കവാറും ഈ ഐറ്റം സോങ് അല്ലെങ്കിൽ ഈ ഐറ്റം ഡാൻസ് ചെയ്യുന്നത് ഒരു നടിയോ, ഒരു 90% കേസുകളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക, ചിലപ്പോൾ നടന്മാരോ ആയിരിക്കും. ആ പാട്ട് രംഗത്ത് ആരാണോ വരുന്നത് അവരുടെ ശരീരത്തിന്, അവരുടെ ഡാൻസ് പെർഫോമൻസിന്, ഗ്ലാമറിന്, ആ സീനിൽ വരുന്ന നായകൻ അല്ലെങ്കിൽ വില്ലൻ ആരാണോ അയാളുടെ സ്റ്റൈല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഐറ്റം സോങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ആ പാട്ടിൻ്റെ വരികൾ എടുത്ത് നോക്കുമ്പോഴും ശരീരവർണ്ണനകളും മറ്റുമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. കഥയായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഐറ്റം സോങ് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷനെ വലിയൊരളവിൽ സഹായിക്കുന്ന ഒന്നാണ് ഐറ്റം സോങ്. സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂവിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഓഡിയൻസിൻ്റെ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്തെടുക്കാൻ ഈ ഐറ്റം സോങ് കൊണ്ട് സാധിക്കും. ഇനി എന്താണ് ഈ ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നതും നല്ലതാണ്. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം പറയുന്നത് പോലെ തന്നെയാണ്, ഒരു സ്ത്രീയെ അവളെ ഒരു വ്യക്തിയായി കാണാതെ അവളുടെ ചിന്തകളുടെ, അവളുടെ നേട്ടങ്ങളുടെ, അവളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേണി, ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഒരു ശരീരമായി മാത്രം പരിഗണിക്കുന്ന, ആ ശരീരഭാഗങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അവളെ ഉപയോഗിക്കാനുള്ളൊരു വസ്തുവായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ തന്നെ പോട്ടെ, ആ പെർഫോം ചെയ്യുന്ന ആളെ പോലും അവരുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ശരീരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എണ്ണിപ്പെറുക്കി വർണ്ണിച്ച് അവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് മുഴുവൻ അവരുടെ ശരീരഭാഗങ്ങളെ സൂം ചെയ്തുകൊണ്ടുള്ള കാഴ്ചകളാണ്. ഐറ്റം സോങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒബ്ജക്റ്റിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ ശരീരത്തിലേക്കാണ് ക്യാമറ വെക്കുന്നത്. ക്യാമറ ആംഗിളുകൾ ആ ശരീരത്തിനെ കുറച്ചും കൂടി മെയിൽ ഗെയ്സിന് വിട്ടുകൊടുക്കുന്ന പോലെ സൂം ചെയ്തും ചരിഞ്ഞും പുരുഷന്റെ നോട്ടങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പുരുഷ കഥാപാത്രങ്ങളുടെ ഇച്ഛയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാനുള്ള ഒരു ഐറ്റമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എൻഡ് ഓഫ് ദി ഡേ എന്താണ് സംഭവിക്കുന്നത്? കാണികളുടെ ഒരു വിഷ്വൽ പ്ലഷറിന് വേണ്ടിയിട്ട് ഒരു വിഷ്വൽ ട്രീറ്റായിട്ട് സ്ത്രീയെ ഉപയോഗിക്കുകയാണ്. ഇവിടെ സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പോലും കാണുന്നതിന് പകരം, ഒരു വ്യക്തിയായി കാണുന്നതിന്, ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം, ഉപയോഗിക്കാനുള്ള വസ്തു മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. സ്ത്രീയുടെ വാല്യൂ എന്ന് പറയുന്നത് അവളുടെ ശരീരവും സൗന്ദര്യവും മാത്രമാണ് എന്ന് പറയുന്ന ഒരു കാര്യം അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇതിങ്ങനെ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതിങ്ങനെ കോൺസ്റ്റൻ്റായി സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ ബോഡി ഷെയിം ചെയ്യുന്ന പല പദപ്രയോഗങ്ങളും വളരെ നോർമലായി ഉപയോഗിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആളുകൾക്ക് കിട്ടുകയാണ്. പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, ചിലപ്പോൾ ചില ആളുകൾ ട്രിഗറിങ് ആവാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. സ്ത്രീകളെ ചരക്ക് എന്ന് അഭിസംബോധന ചെയ്യുന്നിടത്ത് അവളൊരു ഒബ്ജക്റ്റ് മാത്രമാണ്, ഉപയോഗിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളൊരു വസ്തുവാണ്. ആ കാഴ്ചപ്പാടിനെ തന്നെയാണ് ഐറ്റം സോങ്ങുകളിലൂടെ അവർ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീ ശരീരം ഒരു പ്ലഷറിന് വേണ്ടി ഉള്ളതാണെന്നും പ്ലഷർ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്നും പറയുന്ന ഒരു ചിന്തയുണ്ടാകുമ്പോൾ അവളെ ഹരാസ് ചെയ്യുന്നതും ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണില്ല. അല്ലെങ്കിൽ അങ്ങനെ ഹരാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് ആളുകൾ എത്തില്ല. എനിക്ക് അവളെ ഇന്ന വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാം, എനിക്ക് അവളിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കാം, അവളോട് പെർമിഷൻ ചോദിക്കാതെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്ന് പറയുന്നൊരു തോന്നൽ ഇതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും. പക്ഷേ ഈ ഐറ്റം സോങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സബ്റ്റിൽ ലെയറിലാണ് ഇങ്ങനെ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇതൊരു സോങ് മാത്രമല്ലേ, ഡാൻസ് മാത്രമല്ലേ, അതിലിപ്പോൾ എന്താ പ്രശ്നം? അതാണ് പ്രശ്നം. കാരണം ഇത് വളരെയധികം ഹിറ്റാവുന്ന രീതിയിൽ അണിയിച്ചൊരുക്കുന്ന ഒരു പാട്ടായിരിക്കും. അതിനകത്ത് ഈ പറയുന്ന വിഷ്വൽ ആംഗിളുകളെല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലെവലിൽ ഇവർ അവതരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് ഇത് ഭയങ്കര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ചില ആളുകൾക്ക് ചോദിക്കാം, അതാ സ്ത്രീകൾ വളരെ സന്തോഷത്തോടെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ഡാൻസ് ചെയ്യല്ലേ, അതിലെന്താ കുഴപ്പമെന്നുള്ളത്. പക്ഷേ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതും ഒരു ഇൻഡസ്ട്രിയുടെ നീഡിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത്
ഒരു നേർത്ത ലൈനാണിത്. ഒരു സ്ത്രീ പുറത്തുനിന്നുള്ള പ്രഷർ ഒന്നുമില്ലാതെ, ഒരു എക്സ്റ്റേണൽ പ്രഷറും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് അവരുടെ ഒരു എക്സ്പ്രഷനാണ്. അവിടെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. പക്ഷേ ഐറ്റം സോങ്ങിലേക്ക് വരുമ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയുടെ നീഡാണ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന ലക്ഷ്യമായി നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഇവിടെ അവർ തൃപ്തിപ്പെടുത്തുന്നത് മെയിൽ ഗേസിനെയാണ്. പണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു നിർബന്ധം ഉണ്ടാവുന്നുണ്ട്, ഒരു കമ്പൽഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രഷറും നിർബന്ധങ്ങളും ഉള്ള ഈ ഒരു കാര്യം എങ്ങനെയാണ് ഒരു സെൽഫ് എക്സ്പ്രഷൻ ആവുന്നത്? അതൊരു പ്യുവർ ചോയ്സ് ആണോ എന്ന് പറയുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇനി രജിഷയുടെ ഐറ്റം ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ അത് ഒരുക്കിയിട്ടുള്ളത് കൃഷാന്താണ്. കൃഷാന്തിൻ്റെ മുൻ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറച്ചിൽ രീതിക്ക് ഒരു ഐറ്റം സോങ്ങിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ആവശ്യകത ഉണ്ടെങ്കിൽ അത് കഥയുമായി വളരെ ബന്ധമുള്ളതായിരിക്കും എന്നാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഈ സിനിമയെക്കുറിച്ച്, ഈ ഐറ്റം സോങ്ങിനെ കുറിച്ച് എന്ത് സംസാരിക്കണമെങ്കിലും ആ സിനിമ റിലീസായതിന് ശേഷമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പാട്ടെന്ന് പറയുന്നത് സിനിമയിൽ കണ്ടു കഴിഞ്ഞാലാണ് ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും എന്തിനാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ഒരു പ്യുവർ ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വളരെ ശക്തമായി വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത് എന്താണ് ഏതാണെന്ന് സിനിമയിൽ കണ്ടിട്ട് വിലയിരുത്തുന്നതല്ലേ ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈ സിനിമയെക്കുറിച്ച് രജിഷ വിജയൻ ഇൻ്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുള്ളത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് 2046 നടക്കുന്നൊരു കഥയാണിത്. ആ സമയത്തെ ഒരു സിനിമ അഭിനേത്രിയാണ് രജിഷ വിജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആ കഥാപാത്രം ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ടാവും. ഞാൻ ഈ കോമളത്താമര എന്ന് പറയുന്ന പാട്ട് അതിൻ്റെ വിഷ്വലൊക്കെ എടുത്ത് നോക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് 2046 എത്തിയിട്ടും ആ സിനിമ പാട്ട് ചിത്രീകരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നു, കുറേ ഡാൻസേഴ്സ് ആണ്, വലിയ കാര്യമായിട്ട് ഡാൻസ് ചെയ്യുന്നൊന്നുമില്ല. പെണ്ണാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത്. അവളെ പ്രകീർത്തിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും അതുപോലെ നായകൻ്റെ ബോഡി മൂവ്മെൻറ്റ്സും ഇതൊക്കെ കാലങ്ങളായി, എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലെ പാട്ടുകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 2046 ആയാലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ആ പാട്ട് കാണുമ്പോൾ ആദ്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെയാണെന്ന് ഉറപ്പിച്ച് പറയല്ല. സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു പക്ഷേ സിനിമയിലെ മാറ്റമില്ലാത്ത ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷനെ ഒന്ന് സ്പൂഫ് ചെയ്യുന്ന ഒരു രംഗമാണെങ്കിലും അത് അന്നും മാറ്റമില്ലാത്ത സിനിമാ പാട്ടുകളെ ഒക്കെ വിമർശിക്കുന്ന ഒരു രീതിയിലാണെങ്കിലോ അതും നമുക്ക് സിനിമ ഇറങ്ങിയിട്ടേ പറയാൻ പറ്റൂ. പക്ഷേ രജിഷ വിജയൻ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അവരിത് പറഞ്ഞിട്ടുള്ളത്? ആ ഇൻ്റർവ്യൂ ഞാനൊന്ന് കണ്ടു നോക്കി. റേഡിയോ മിർച്ചിക്ക് RJ വർഷയ്ക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണത്. സമാധാനമായിട്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു 2 മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ ഈ പാർട്ടൊന്ന് കാണണം. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. രജിഷ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതും ഈ കോൺഫിഡൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല, ഗ്ലാമർ റോൾസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആസ് ലോങ് ആസ് ഞാൻ എന്നെ കണ്ട വളകരല്ലാത്ത രീതിയിൽ എന്റെ ബോഡി ടൈപ്പിന് ചേരുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ അതിടും. എനിക്ക് അങ്ങനെ മറ്റേ കൈ കാണിക്കില്ല, വയറ് കാണിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ജൂണിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി ആൻഡ് എസ്തെറ്റിക്കലി. അതിനെ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഐറ്റം ഡാൻസിൽ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ടേക്ക് anyway, whatever, all these item dances, right? Same costume ഇട്ടിട്ട് you can see these girls dancing in ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈവൻ ബോളിവുഡിലാണ് ഞാൻ ഇപ്പൊ കമ്പയർ ചെയ്യുന്നത്. അതേ കോസ്റ്റ്യൂം ആയിരിക്കും, അതേ ഔട്ട്ഫിറ്റ് ആയിരിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. അതാണോ പെണ്ണോ? ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് കാര്യം. അല്ലാതെ ഈ വേഷം, ഈ കാര്യം, ഗ്ലാമർ, എന്റെ കോൺഫിഡൻസ് അതല്ല. എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിക്കിരിക്കുന്ന ഡ്രസ് എന്താണെങ്കിലും ഞാൻ ഇടും. അത് ആ സ്ക്രിപ്റ്റിനും ക്യാരക്ടറിനും ഡിമാൻഡിങ് ആണെങ്കിൽ. അല്ലാതെ കോൺഫിഡൻസുമായിട്ട് നോ ഇഷ്യൂസ്. ദി തിങ് ഈസ് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഒബ്ജക്ടിഫൈ എ ഹ്യൂമൻ ബോഡി വിത്ത് മീ. ഐ ഓക്കേ വിത്ത് ദം. നിങ്ങൾ ഇപ്പോൾ ചിലവാക്കിയ ആ 2 മിനിറ്റില്ലേ ആ പോർഷൻ കൃത്യമായിട്ട് കേൾക്കാനുള്ളത്, അത് ബഹുഭൂരിപക്ഷം ആൾക്കാരും സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രജിഷയ്ക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ കാരണം. ഇവിടെ രജിഷ ഗ്ലാമറസ് ആയിട്ടുള്ള റോൾസ് ചെയ്യില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കൈ കാണിക്കുക, വയറ് കാണിക്കുക എന്ന് പറയുന്നതൊന്നും അവരുടെ വിഷയമല്ല. പക്ഷേ അത് ഗ്രേസ്ഫുള്ളി, എസ്തെറ്റിക്കലി, ബ്യൂട്ടിഫുള്ളി അവതരിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് അവരുടെ കൺസേൺ.
ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷന് ഞാൻ നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് ഐറ്റം സോങ് ചെയ്യാതിരിക്കാനുള്ള അവർ കാരണമായിട്ട് അവരവിടെ പറയുന്നത്. ഒരു ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പാട്ട്, അതിൻ്റെ ലിറിക്സ്, അതിലെ ഡാൻസറിൻ്റെ മൂവ്മെൻറ്റ്സ്, ക്യാമറ ആംഗിൾസ്, അത് സൂം ചെയ്യുന്ന രീതി, ഇതെല്ലാം ഒരു ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ മോഡിലാണ് പോകുന്നത്. അങ്ങനെ ഒരു ഹ്യൂമൻ ബോഡി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല, ഞാനതിന് നിന്ന് കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഐറ്റം ഡാൻസ് ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം, അതിനൊന്നും പറയുന്നില്ല. ഞാനത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അത് ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ, ഒരു ഹ്യൂമൻ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ അതേസമയം കഥാപാത്രത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ തന്നെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യവും രജിഷ അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. താനൊരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് തൻ്റെ ശരീരത്തിന് കൂടി ഇണങ്ങുന്നതായിരിക്കണം എന്ന നിർബന്ധവും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ട് മസ്തിഷ്ക മരണം എന്ന സിനിമയിലെ അവരുടെ റോളിനെ കുറിച്ച് അവർ പറയുന്നത്, സിനിമയുടെ കഥ കൃഷാന്ത് വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സസ് ആയിരിക്കും ധരിക്കേണ്ടി വരിക എന്നുള്ളതിന് കൃത്യമായ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് 6 മാസം പണിയെടുത്ത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ചത്. അതുപോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്സ് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എടുത്തു. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടെന്നുള്ളതും അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളതും കൃഷാന്ത് രജിഷയെ കൺവിൻസ് ചെയ്തു. ഒരു ഹ്യൂമൻ ബോഡി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഗാനരംഗത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള അവരുടെ നിലപാട് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗാനരംഗം ഇങ്ങനെ ചിത്രീകരിക്കുന്നതിന് സിനിമയിൽ മറ്റൊരു ആസ്പെക്റ്റ് കൂടി ഉണ്ടെങ്കിലും രജിഷയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതിന് മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ടെന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് സംവിധായകൻ രജിഷയെ കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്നുമാണ്. വളരെ ഗംഭീരമായിട്ട് രജിഷ ഈ വിവാദങ്ങൾക്ക് കൊടുത്ത മറുപടി, ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻ്റർവ്യൂസിൽ കൊടുത്തിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ശരിയാണ്. അന്ന് ഞാൻ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പേ ഈ പറയുന്ന ഒരു കൺസേൺ കൃഷാന്തുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും, അതായത് രജിഷ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും വീണ്ടും അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സിനിമ റിലീസാവട്ടെ, സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സോങ് അങ്ങനെ എടുത്തതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. അതാണ് രജിഷയുടെ നിലപാട്. അന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നത് ഇന്ന് മാറ്റി ചെയ്തു എന്ന് തോന്നുമ്പോൾ ആളുകൾ ഉന്നയിക്കുന്ന അവരുടെ വാദങ്ങൾ എന്ന് പറയുന്നത് അതിന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സിനിമ കണ്ടിട്ടാണ് അതും തിരിച്ചറിയേണ്ടതെന്ന് പറയുന്ന കാര്യം രജിഷ പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിലപാടുകൾ എന്ന് പറയുന്നത് അത് കോൺക്രീറ്റ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇനി അഥവാ നിങ്ങൾ കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്താണെങ്കിലും പൊളിച്ചു കളയാൻ പറ്റുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ ഇന്നൊരു നിലപാട് പറയുന്നു, അതായത് ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് എൻ്റെ നിലപാട് അറിയിക്കുകയാണ്. പക്ഷേ ഞാൻ അതിന് ശേഷം ഒരുപാട് മനുഷ്യന്മാരെ കാണുന്നുണ്ട്, പുസ്തകങ്ങൾ വായിച്ചേക്കാം, വാർത്തകൾ അറിയുന്നുണ്ടാവാം, ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടാവാം. ഞാൻ തന്നെ പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്തി കൂടുതൽ ശരികൾ എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നാം അന്ന് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് തെറ്റായിപ്പോയി, അത് മാറ്റാമെന്ന്. ഇനി ചിലപ്പോൾ തെറ്റായി എന്നല്ല തോന്നുക, ആ നിലപാടിൽ ഒരയവ് വരുത്തേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായേക്കാം. അപ്പോൾ ആ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തും. നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു മാറ്റമില്ലാത്ത മനുഷ്യനായി പോകും. നിങ്ങളുടെ 18-ാം വയസ്സിൽ ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് നിങ്ങളെടുത്തിട്ടുള്ള നിലപാടാണ് നിങ്ങളുടെ 32-ാം വയസ്സിൽ നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ അതിൽ തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ട്, മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള ഒരു ബോധ്യമുള്ളപ്പോഴും അത് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. എൻ്റെ നിലപാടാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുക. അഭിപ്രായം മാറ്റി പറയാമെന്ന് പറയുന്നത് അത് ഹിപ്പോക്രസി അല്ല, ഒരാളുടെ വീക്ക്നെസ് അല്ല, ഒരു ഓണസ്റ്റിയാണ്, ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കണമെന്ന് തോന്നി, ഞാൻ മാറി ചിന്തിക്കുന്നു, അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഇവിടെ രജിഷ അന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴാണ് നമ്മൾ അറിയുക. അന്നെടുത്ത നിലപാടിൽ നിന്ന് ഇന്നത്തെ പ്രവൃത്തിയിലേക്കുള്ള മാറ്റം പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതിനെ മറ്റേ രഹസ്യമാക്കി വെച്ച് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ്, അതായത് പബ്ലിക് ഫിഗേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിനെതിരെ പ്രതികരിക്കാൻ തോന്നും. തീർച്ചയായും നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം, നമ്മുടെ എതിരഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെസ്പെക്റ്റോടുകൂടി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. രജിഷ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അതിന് പബ്ലിക്കിന് ചോദ്യം ചെയ്യാനും ഇഴകീറി പരിശോധിക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ആ സ്പേസ് ഉപയോഗിച്ച് അവരെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ രജിഷ അങ്ങനെ നൃത്തം ചെയ്തു, നമുക്ക് എങ്ങനെയാണ് റെസ്പെക്റ്റ്ഫുള്ളി ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ
എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മാറി ചിന്തിച്ചത്? ഇതൊരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട്, മാറ്റങ്ങളുടെ പരിണാമങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ എടുത്തൊരു തീരുമാനമാണോ, അതൊരു കോണ്ടെക്സ്റ്റ് ചേഞ്ച് ആണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുകയാണ്. രജിഷയ്ക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഇതിന് മറുപടി കൊടുക്കണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ റെസ്പെക്ട്ഫുള്ളി ആണ് ചോദിച്ചത്, അവർക്ക് റെസ്പെക്ട്ഫുള്ളി മറുപടി പറയാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്, ചോദിക്കുന്നതിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? പേഴ്സണൽ അറ്റാക്കാണ്. ഒരു വ്യക്തിയെ ഏറ്റവും മോശമായി മെൻ്റലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ്. ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഈ വാഗുണ്ടല്ലേ നീയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നും. റിപ്പീറ്റായി ഈ ടോപ്പിക്ക് തന്നെ എടുത്ത് ഇതൊരു ടാർഗറ്റിംഗ് പോലെയാണ് വർക്ക് ചെയ്തത്. നീയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നവളല്ലേടി എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ് പല ആളുകളിൽ നിന്നുണ്ടായത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഏറ്റവും മാന്യമായ ഒരു രീതിയിൽ പറഞ്ഞതാണ്. ഡബിൾ ഡാഡി സിൻഡ്രോം എന്നാണ് ഇതിനെ പല ആളുകളും വിശേഷിപ്പിച്ചത്. ഈ വിശേഷിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് ബയോളജി അറിയാത്തതുകൊണ്ടാണ്. എനിവേ, ഇവരൊക്കെ ഈ അറ്റാക്കിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഒരു ഡിസ്കഷനും സംഭവിക്കുന്നില്ല, ക്രിയേറ്റീവായ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നില്ല, ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല. ആകെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒപ്പീനിയനിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിർബന്ധമൊന്നും നമുക്ക് അവരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നമുക്കുണ്ടാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു ജസ്റ്റിഫിക്കേഷൻ തരണമെന്നോ അതുവഴി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊന്നും രജിഷയോടെന്നല്ല ആരോടും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അവരൊരു പബ്ലിക് ഫിഗറാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനെ നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാം, അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, രജിഷ ഈ ഒരു പാട്ട് രംഗത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരഭാരം കുറച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അധികം ആരും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കില്ല. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കില്ല. അയ്യോ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു അതുകൊണ്ടാണ് തുണി കുറഞ്ഞത് എന്നാണ് നമ്മുടെ നാട്ടിലെ ഏത് അഭിനേത്രി, ഏത് ഫീമെയിൽ ആർട്ടിസ്റ്റ് അവരുടെ ശരീരത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി ആ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിയാക്ഷൻ വന്ന് ഇപ്പോൾ ഒരു ഹീറോയിൻ മെറ്റീരിയലേ അല്ല, ഐറ്റം സോങ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയായി. ഇതിൻ്റെ വളരെ മോശം ആഖ്യാനങ്ങൾ വേറെയുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഒരു വിനോദം. അതേസമയം ഇവിടെ ഒരു പുരുഷനാണ് അയാളൊരു പാട്ടിന് വേണ്ടിയോ ഒരു സിനിമയിലെ വേഷത്തിന് വേണ്ടിയിട്ടോ അയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതെങ്കിൽ ഇതൊക്കെയാണ് മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുന്നത്. കരിയറിൽ ഒരു ഫോക്കസ് ഉണ്ടാവണം, നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു പരിപാടിയൊക്കെയാണ് ചേട്ടൻ ചെയ്തേക്കണത്, അടുത്ത പടം ലോഡിംഗ് ആണ് മാൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ഇതിനെ ആഘോഷിക്കാൻ ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ടാകും. പക്ഷേ ഒരു അഭിനേത്രിയുടെ ശരീരത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റേ ഗതികേടിലാണ് കൊണ്ട് കെട്ടുന്നത്. ഒരു പുരുഷൻ്റെ ശരീരം എന്ന് പറയുന്നത് അവൻ്റെ സക്സസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് അവൻ ഉപയോഗിക്കുന്നു. സ്ത്രീയുടെ ശരീരം അവളൊരു പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് ആളുകൾ ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ സമൂഹത്തെ നോക്കിക്കാണുന്ന ഏറ്റവും മോശം കണ്ണാടികളിൽ ഒന്നാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു സമയത്ത് ആലോചിച്ചിരുന്നു, രജിഷ ഐറ്റം സോങ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ വിമർശിക്കാൻ ഇറങ്ങിയ ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ നിലപാട് മാറ്റി എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പം നിങ്ങൾ നിലപാടിൽ മാറ്റം വരാനുള്ള കാരണങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്? ഇവിടെ കാരണമൊന്നുമല്ല, ചെയ്തു ഐറ്റം ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ പോയി. അതായത് കുറച്ച് നാൾ മുമ്പാണെങ്കിൽ ഒരു അഭിനേത്രി ഗ്ലാമറസ് ആയിട്ടുള്ളൊരു വേഷം ചെയ്താൽ ഇപ്പോൾ ചാൻസ് ഒന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അതേ തുരുമ്പെടുത്ത ആറ്റിറ്റ്യൂഡില്ലേ, അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത് നിലപാടൊക്കെ മാറ്റിയല്ലേ എന്നുള്ളത്. അതായത് ആ ചോദ്യം ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോള് കിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു അടി കിട്ടും എന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് മാറ്റി ചോദിച്ചാൽ ഒരു പുരോഗമന ചോദ്യം പോലെ തോന്നിപ്പിക്കുകയും ചെയ്യും, നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ആളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ചോദ്യം ചോദിച്ച ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം രജിഷ ഐറ്റം സോങ് ചെയ്തു എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിമർശിക്കും, കുറ്റം പറയും, ഞങ്ങൾക്ക് വായി തോന്നിയതൊക്കെ പറയും, ഇതിനുള്ള അവകാശമാണ് കിട്ടുന്നതെന്ന് പറയുന്ന ആ ഇരപിടിയൻ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് പല ആളുകളും അവരെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങി തിരിച്ചത്. രജിഷയോട് പറയാനുള്ളത്, നിങ്ങളെടുക്കുന്ന ജെനുവിൻ എഫേർട്ട് ഇവിടുത്തെ ജെനുവിനായിട്ടുള്ള പ്രേക്ഷകർ കാണുന്നുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഏറ്റവും അവസാനം കളങ്കാവലടക്കം നിരവധി സിനിമകളുടെ ഭാഗമായിട്ട് നിങ്ങളെ കാണുന്നു. തമിഴിലടക്കം നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞങ്ങൾ കാണുന്നു, ആസ്വദിക്കുന്നു. അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ നിന്ന് തുടങ്ങി വർഷങ്ങൾക്കിപ്പുറവും നിങ്ങൾ ഇത്രയും നല്ല വേഷങ്ങളുമായി ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അത്
മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല വേഷങ്ങൾ, നല്ല സിനിമകൾ, നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊരു ഷെൽഫ് ലൈഫൊക്കെ കൊടുത്തിട്ടുണ്ട്. നായികയായിട്ട് അഭിനയിക്കാനാണെങ്കിൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ, അല്ലെങ്കിൽ ഇത്ര വർഷമൊക്കെ നായികയായിട്ട് അഭിനയിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നായികയുടെ സഹോദരിയോ അല്ലെങ്കിൽ അമ്മയോ അമ്മൂമ്മയോ ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആ രീതിയിലേക്ക് മാറുമെന്നുള്ളത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ മലയാളത്തിലും തമിഴിലും അതിഗംഭീര വേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ഈ പ്രൊഫഷനോടുള്ള പാഷൻ്റെ തെളിവാണ്. അത് അനാവശ്യ ബഹളങ്ങൾ കേട്ടുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൈമോശം വരാതിരിക്കട്ടെ. തീർച്ചയായും നിങ്ങളതിന് അത്ര വിലയെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യണം എന്ന് ഒരു സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. ആൻഡ് ബഹളം വെക്കുന്നവരോട്, നിങ്ങൾ അന്നും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്, ഇന്നും ഇതാണ് ചെയ്യുന്നത്, നാളെയും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഈ തുടങ്ങി വെക്കുന്നത് കേട്ട് അന്തവും കുന്തവും ഇല്ലാതെ നിങ്ങളുടെ കൂടെ കൂടി ഏതെങ്കിലുമൊക്കെ ആളുകളെ കല്ലെറിയുന്ന, ഇപ്പോൾ രജിഷയുടെ പഴയ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു കഷ്ണവും പുതിയ ഈ പാട്ടിൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് വെച്ച് നിങ്ങളിങ്ങനെ ആളുകളെ അറ്റാക്ക് ചെയ്യാനുണ്ടാക്കുന്ന മോഡൽ പരിപാടികൾ തുടങ്ങിയപ്പോൾ മെയിൻ ഇൻ്റർവ്യൂ കാണാതെ നിങ്ങളുടെ കൂടെ കല്ലെറിയാൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരിൽ പലരും ശരിക്കുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അറ്റാക്ക് ചെയ്യേണ്ട, ഞാൻ കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചറിവിലേക്ക് എത്തിയേക്കും. അങ്ങനെ കുറച്ച് ആളുകൾ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടന്ന് വഷളാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ തിരിച്ചറിയും, നിങ്ങൾ ഒറ്റപ്പെടും. പക്ഷേ എനിക്കിപ്പോഴും സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ശരിക്കുള്ള ഫാക്ടർ എന്താണ് എന്നറിയാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഡൗൺ ടു സീറോ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം രജിഷ വിജയൻ്റെ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന് പറയുന്ന ഇൻ്റർവ്യൂവിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4800 വ്യൂ മാത്രമാണുള്ളത്. എന്നാൽ രജിഷ വിജയൻ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ഹരാസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള വീഡിയോസിൻ്റെ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മില്യൺസിന് മുകളിൽ വരും. ഇനി രജിഷ ഈ ഐറ്റം സോങ് ചെയ്തിട്ടുള്ള സിനിമ മസ്തിഷ്ക മരണം, അത് തിയേറ്ററിലേക്ക് വരുമ്പോഴും അതിനെ കൃത്യമായി കണ്ട് വിലയിരുത്തുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നും എനിക്ക് ആശങ്കയുണ്ട്. എന്ന് വെച്ചാൽ ഇറങ്ങാൻ പോകുന്നൊരു സിനിമയ്ക്ക് ആൾ കയറില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. ആ സിനിമയെ, അതിൻ്റെ സിറ്റുവേഷനെ കൃത്യമായി മനസ്സിലാക്കി അത് കാണുന്ന പ്രേക്ഷകർ, അതിലെന്തിന് ഇങ്ങനെ ഒരു ഐറ്റം സോങ് ഉൾപ്പെടുത്തിയെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകർ, അക്കൂട്ടത്തിൽ ഈ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള എത്ര പേരുണ്ട്? രജിഷയെ ആക്രമിക്കാൻ വേണ്ടി, ഹരാസ് ചെയ്യാൻ വേണ്ടി കണ്ടൻറ്റ് അടിച്ചിറക്കിക്കൊണ്ടിരുന്ന, കമൻറ്റ് ബോക്സിൽ തെറിവിളി അടക്കം നടത്തിക്കൊണ്ടിരുന്ന എത്ര പേർ ഈ സിനിമ കാണാനും മനസ്സിലാക്കാനും കൂടി എഫേർട്ട് ഇടും എന്ന് പറയുന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവരിൽ നിന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മസ്തിഷ്ക മരണം റിലീസാവുന്ന സമയത്ത് അവർക്ക് മറ്റൊരു ഇരയെ കിട്ടിയിട്ടുണ്ടാവും. അവർക്കെതിരെ വീഡിയോസ് അടിച്ചിറക്കി അല്ലെങ്കിൽ പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ഒരു നല്ല ഇരയെ കിട്ടിയ സന്തോഷത്തിൽ അവർ ആ സമയത്തും കല്ലും കൈ പിടിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും മസ്തിഷ്ക മരണത്തിന് ഒരു വിജയാശംസ നേരുകയാണ്. രജിഷ വിജയൻ അവരുടെ ഹാർഡ് വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നല്ല സിനിമകൾ സ്വീകരിക്കപ്പെടട്ടെ. പിന്നെ അറ്റവും മൂലയും കട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതിന് പകരം ഒറിജിനൽ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒറിജിനൽ പോസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിൽ നമ്മളും ഒന്ന് ഇവോൾവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.